യൂണിറ്റ് 2 ദ എൻലൈറ്റ്മെൻറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ, അതുപോലെ ദ ഐഡിയ ഓഫ് പ്രോഗ്രസ്, സയൻസ് ആൻഡ് നോളജ്, സയൻസ് വേഴ്സസ് റിലീജിയൻ, ഓഫ് മാൻ ആൻഡ് സൊസൈറ്റി, പിന്നെ സമ്മറിയാണ് വരുന്നത്. ഇതിൽ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഈ 18th സെഞ്ച്വറി യൂറോപ്പിൽ വളരെയധികം വൈഡ് സ്പ്രെഡ് ചേഞ്ചസ് ആണ് എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത് സെയിം ടൈമിലോ അല്ല, അതുപോലെ സെയിം സ്ഥലങ്ങളിലും അല്ല. സെയിം പ്ലേസിലോ അല്ലെങ്കിൽ ഒരു കൺട്രിയിലെ സെയിം പ്ലേസിലോ അല്ലെങ്കിൽ സെയിം ടൈമിലോ അല്ല ഈ ഒരു ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടുള്ളത്. സെക്ടർഡ് ഇൻ ഡിസ്റ്റിങ്ക്റ്റ് ഹിസ്റ്റോറിക്കൽ ഇറ, വൺ ദാറ്റ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ മോഡേൺ ഏജ്. എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ദ ഏജ് ഓഫ് റീസൺ, ഈ ഏജ് ഓഫ് റീസൺ അത് ഈ പാസ്റ്റിൽ നിന്നും പ്രസൻറ്റിനെ ബ്രേക്ക് ചെയ്യുന്നൊരു പോയിൻ്റായിട്ട് തന്നെ പറയാം. ഈ പാസ്റ്റിലെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫിനെ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ഓറിയൻറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് എനിമീസാണ്, ഒന്ന് റിലീജിയനും അതുപോലെ ഹൈറാർക്കിയും. ഈ എൻലൈറ്റ്മെൻറ്റ് മെൻസുകൾ ഇർറിലീജിയസ് ആയിട്ടുള്ള പീപ്പിൾസും അല്ല, അതുപോലെ എയ്ത്തീസ്റ്റും അല്ല. But they were bitterly opposed to and intolerant of the institution of Christianity, and they sought to challenge them by articulating a conception of man, history and nature that relied heavily upon the world view expressed by the new discoveries in the natural science. ഈ എൻലൈറ്റ്മെൻറ്റ് മെൻസ് they used scientific method. ഈ ട്രഡീഷനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ അവർ സയൻറ്റിഫിക് മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ദേ ക്വസ്റ്റ്യൻ ദ ബ്ലൈൻഡ് ഒബീഡിയൻസ് ടു അതോറിറ്റി, വെദർ ദാറ്റ് ഓഫ് പ്രീസ്റ്റ് ഓർ ദി റൂളർ. സയൻറ്റിഫിക് നോളജിൽ നിന്നും അതുപോലെ അഡ്വാൻസ്മെൻറ്റ് ഓഫ് മെറ്റീരിയലിൽ നിന്നുമൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ഒപ്റ്റിമിസത്തെ അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഈ എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സ് എക്സ്പ്രസ് ചെയ്തിരുന്നത് ഇതിൽ നിന്നായിരുന്നു. ഈ ഒരു സയൻറ്റിഫിക് അതുപോലെ മെറ്റീരിയൽ നോളജിൽ നിന്നാണ് ഈ ന്യൂ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഓർഡറൊക്കെ അവർ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സ് വിശ്വസിച്ചെങ്കിൽ ഈ ന്യൂ വേൾഡിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ അവരുടെ വേൾഡിന് പുതിയൊരു ഫ്രീഡം, അതുപോലെ ലിബർട്ടി, ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഹ്യൂമൻ ബീങ്സിനെന്ന് വിശ്വസിച്ചു. ഈ ഒരു എൻലൈറ്റ്മെൻറ്റ് റൈറ്റേഴ്സിൻ്റെ, അതായത് വോൾട്ടയർ, ഡിഡോട്ടോ ഡി ആലംബർട്ട്, കോണ്ടോസെറ്റ് ഇൻ ഫ്രാൻസ്, ആഡം ഫെർഗൂസൺ, ആഡം സ്മിത്ത്, ഡേവിഡ് ഹ്യൂമെൻ സ്കോട്ട്ലാൻഡ്, ക്രിസ്ത്യൻ വോൾഫ്, ഇമ്മാനുവൽ കാന്റ് ഇൻ ജർമ്മനി, മാർക്കേസ് ഡി ബെക്കാറിയ ഇൻ ഇറ്റലി, ഇത്രയും റൈറ്റേഴ്സിൻ്റെയൊക്കെ റൈറ്റിങ്സിൽ ഈ ഒരു എവിഡൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു റൈറ്റേഴ്സിൻ്റെ ഒക്കെ റൈറ്റിങ്സിൽ നമുക്ക് മോഡേൺ ഏജിനോടുള്ള ഈ ഒരു എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സിൻ്റെ ഇൻഫ്ലുവൻസും അവരെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള സ്പിരിറ്റും എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത് ദ ഐഡിയ ഓഫ് പ്രോഗ്രസ്. ഹിസ്റ്റോറിക്കൽ എപ്പോക്കിലേക്കുള്ള എൻലൈറ്റ്മെൻറ്റ് ആൻഡ് സെൻട്രൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഐഡിയയാണ് നമ്മൾ ഐഡിയ ഓഫ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഈ ഒരു എൻലൈറ്റ്മെൻറ്റ് ഐഡിയാസിലൂടെ അല്ലെങ്കിൽ ദ ഐഡിയ ഓഫ് പ്രോഗ്രസ്സിലൂടെ എൻലൈറ്റ്മെൻറ്റ് രണ്ട് പ്രധാനപ്പെട്ട ബിലീഫിനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒന്ന്, ദ പ്രസൻറ്റ് വാസ് ബെറ്റർ ആൻഡ് മോർ അഡ്വാൻസ്ഡ് ദാൻ പാസ്റ്റ്. രണ്ടാമത്, ദിസ് അഡ്വാൻസ്മെൻറ്റ് ഹാസ് റിസൾട്ടഡ് ഇൻ ഹാപ്പിനെസ് ഓഫ് മാൻ. ബോത്ത് ദീസ് ക്ലെയിംസ് അബൌട്ട് പ്രോഗ്രസ് ഇൻ ഹിസ്റ്ററി വാസ് ബേസ്ഡ് ഓൺ ദ അസസ്മെൻറ്റ് ഓഫ് ദി ചേഞ്ചസ് ദാറ്റ് വർ ടേക്കിംഗ് പ്ലേസ് അറൗണ്ട് ദം. കോപ്പർനിക്കസിൻ്റെയും കെപ്ലറിൻ്റെയും ന്യൂട്ടണിൻ്റെയും ഒക്കെ സയൻറ്റിഫിക് ഡിസ്കവറീസും അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഗലീലിയോ ആപ്ലിക്കേഷൻസ് നടത്തിയപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ യൂണിവേഴ്സിൻ്റെ അതുപോലെ ഫിസിക്കൽ എൻവയൺമെൻറ്റ്, നാച്ചറിൻ്റെ ഒക്കെ മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നും ആ ഒരു നേട്ടത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിൻ്റെ ഫങ്ഷനെ മനുഷ്യന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുമെന്നൊക്കെയാണ് ഈ ഒരു ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂ ടെക്നോളജീസിൻ്റെയൊക്കെ ഇൻക്രീസ് അല്ലെങ്കിൽ പുതിയ ഇൻവെൻഷൻ ഒക്കെ നമ്മളെ അഗ്രികൾച്ചറിൽ അതുപോലെ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സിൽ ഒക്കെ വളരെയധികം പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യാനാണ് സഹായിച്ചത്. ഈ ഒരു
ഡെവലപ്മെൻറ്റ്സ് ഓഫ് റോഡ്സ്, അതുപോലെ ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ, കനാൽസ്, ഗ്രോത്ത് ഇൻ ഇൻറ്റേർണൽ ആൻഡ് ഫോറിൻ ട്രേഡ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു വികസനങ്ങളൊക്കെ നമുക്ക് മനുഷ്യനെ വിശ്വസിപ്പിക്കുന്ന എന്താണ്, മനുഷ്യനൊരു ന്യൂ ഇറയുടെ ത്രെഷോൾഡിൽ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻലൈറ്റ്മെൻറ്റ് തിയറീസുകൾ കൺവിൻസ് ചെയ്യുന്നത് അച്ചീവ്മെൻറ്റ്സും അതുപോലെ സുപ്പീരിയോറിറ്റി ഓഫ് ദെയർ ഏജ് ആണ്. They saw in history a movement from the dark age to the civilized present. അതായത് ഒരു ഡാർക്ക് ഏജിൽ നിന്നും ഒരു ഗോൾഡൻ ഏജിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ടാണ് ഈ എൻലൈറ്റ്മെൻറ്റ് പീരീഡിനെ കണക്കാക്കുന്നത്. ടെസ്റ്റലക്സിൻ്റെ വേർഡ്സ് നോക്കുകയാണെങ്കിൽ ഫ്ലറിഷിംഗ് അഗ്രികൾച്ചർ, ട്രേഡ്, അതുപോലെ ആൻഡ് ഇൻഡസ്ട്രി, പോപ്പുലേഷനിലെ റൈസ്, അതുപോലെ ഗ്രോത്ത് ഇൻ നോളജ് വേർ ഓൾ ദി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇൻക്രീസ് ഇൻ ഫെലിസിറ്റി. ഇതിൽ പറയുന്നത് മുന്നേയുള്ള ഏജിനേക്കാളും കൂടുതൽ ഹാപ്പിയർ ആണ് ഇപ്പോഴുള്ള കാലഘട്ടം. ഇറ്റ് വാസ് മാർക്ക്ഡ് ബൈ പീസ്, ലിബർട്ടി ആൻഡ് അബണ്ടൻസ്. സിവിലൈസേഷൻ എന്നുള്ളത് കാണ്ടിൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് പ്രൊവൈഡ് എ സെറ്റിംഗ് ഇൻ വിച്ച് മെൻ ക്യാൻ ടെസ്റ്റ് ആൻഡ് പ്രൂവ് ദെയർ ഫ്രീഡം and the present merited a special place in so far as it had created conditions in which men can encounter the most important category of reason, namely freedom. പ്രധാനമായിട്ടും ഈ ഒരു സിവിലൈസേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രീഡം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഈ ഒരു എൻലൈറ്റ്മെൻറ്റ് ഈ ഏർലിയർ കോൺസെപ്ഷനിൽ നിന്നും, അതായത് പാസ്റ്റിനെ കുറിച്ചുള്ള പ്രസൻറ്റിലെ ഏർലിയർ കോൺസെപ്ഷനിൽ നിന്നും വളരെയധികം ഒരു ബ്രേക്കായിട്ടാണ് കൊണ്ടുവരുന്നത്. അതായത് ഇപ്പോൾ ഗ്രീക്സിൻ്റെ ഒക്കെ അഭിപ്രായത്തിൽ ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് സൈക്ലിക്കൽ പ്രോസസ് കംപ്രൈസിങ് ഓഫ് പീരീഡ്സ് ഓഫ് ഗ്ലോറി ഫോളോഡ് ബൈ പീരീഡ്സ് ഓഫ് ഡിക്ലൈൻ ആൻഡ് ഡീജനറേഷൻ. ഈ മിഡിൽ ഏജിൽ വരുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ലിറ്റിൽ പ്ലേസും മണ്ടൻ ഹിസ്റ്ററീസും ഒക്കെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ നിന്നുമൊക്കെ റിയൽ ഹിസ്റ്ററി വരുന്നത് ഒരു ഹാപ്പിനെസ് ലൈൻ അതർ വേൾഡ്. അതുപോലെ ഈ ഒരു രാജാക്കന്മാരുടെ കുറിച്ചുള്ള പഠനവും കാര്യങ്ങളും ഒന്നുമല്ല വരുന്നത്. ഈ എൻലൈറ്റ്മെൻറ്റിൻ്റെ വരവോട് കൂടെ ഈ ഒരു താഴെത്തട്ടിലുള്ള ആളുകളുടെ ഹിസ്റ്ററിയും എല്ലാ കാര്യങ്ങളും പഠിക്കാനും, അതുപോലെ ഏർലിയർ ചരിത്രത്തിൽ നിന്നൊരു ഡിഫറെൻറ്റ് മേഖലയിലേക്ക് തന്നെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ജോൺസൺ എന്നുള്ള ഒരു എൻലൈറ്റ്മെൻറ്റ് തിങ്കർ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്, ഐ ആം ഓൾവേസ് ആംഗ്രി വെൻ ഐ ഹിയർ ആൻഷ്യൻ ടൈംസ് ബീങ് പ്രൈസ്ഡ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് മോഡേൺ ടൈംസ്. ദർ ഈസ് നൗ എ ഗ്രേറ്റ് ഡീൽ മോർ ലേണിംഗ് ഇൻ ദ വേൾഡ് ദാൻ ദർ വാസ് ഫോർമർലി, ഫോർ ഇറ്റ് ഈസ് യൂണിവേഴ്സലി ഡിഫ്യൂസ്ഡ്. അതുപോലെ സ്കോട്ടിഷ് ഫിലോസഫറായിട്ടുള്ള ഡുഗാൾഡ് സ്റ്റുവാർട്ട് പറയുന്നത്, അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത്, ഈ കൊമേഴ്സിലുള്ള ഇൻക്രീസ് ദാറ്റ് ഹാഡ് ലെഡ് ടു ദി ഡിഫ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് എ മോർ ഈക്വൽ ഡിഫ്യൂഷൻ ഓഫ് ഫ്രീഡം ആൻഡ് ഹാപ്പിനെസ് ദാൻ ഹാഡ് എവർ എക്സിസ്റ്റഡ് ബിഫോർ. മുന്നേ ഉണ്ടായിരുന്നുള്ള ഒരു ഹാപ്പിനെസ്സിനേക്കാളും കൂടുതലായിട്ട് ഒരു ഫ്രീഡവും ഹാപ്പിനെസ്സും ഒക്കെ വരുവാണ് ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ. ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ദാറ്റ് accompanied capitalism mean that men were released from the bondage of mechanical labor എന്നൊക്കെയാണ്. അതുപോലെ ഫ്രീ മൈൻഡിനെ കൾട്ടിവേറ്റ് ചെയ്യുകയാണെന്നൊക്കെയാണ് ഈ എൻലൈറ്റ്മെൻറ്റ് പീരീഡിൽ നടന്നിട്ടുള്ളത് എന്നാണ് ഈ സ്കോട്ടിഷ് ഫിലോസഫർ പറയുന്നത്. എൻലൈറ്റ്മെൻറ്റ് പീരീഡിൽ ഈ ഒരു പാസ്റ്റിനെ പ്രിമിറ്റീവ് അല്ലെങ്കിൽ ബാർബാറിക് ആയിട്ടാണ് കാണുന്നത്. വളരെയധികം ഒരു ഓർത്തഡോക്സി ആയിട്ടും ഒരു ഫ്രീഡവും ഇല്ലാത്ത അങ്ങനെയുള്ളൊരു ടൈമായിട്ടാണ് പാസ്റ്റിനെ കണക്കാക്കുന്നത്. അപ്പോൾ പ്രസൻറ്റിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ വാസ് ഡിസൈൻഡ് ആസ് സിവിലൈസ്ഡ്, എൻലൈറ്റൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു പ്രസൻറ്റിനെ കുറിച്ച് അവർ പറയുന്നത്. തിയറിസ്റ്റ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് ബിലീവ്ഡ് ദാറ്റ് ദർ വാസ് പ്രിമർലി ടു ഓബ്സ്റ്റക്കിൾ ടു പ്രോഗ്രസ്സിന് വളരെ രണ്ട് തടസ്സങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് വാറും അതുപോലെ ഒന്ന് റിലീജിയനും. ബോത്ത് ദീസ് കുഡ് ബി indeed then needed to be destroyed any reason. Once that was done, then the world would be better place. ഇനി കോണ്ടോസെറ്റിൻ്റെ വേർഡ്സിൽ പറയുന്ന മൂവ് ഫ്രം ബോണ്ടേജ് ടു അൾട്ടിമേറ്റ് പെർഫെക്ഷൻ ഓഫ് ഫ്രീഡം ആൻഡ് റീസൺ. ഹോൾബോക്കിൻ്റെ അഭിപ്രായത്തിൽ ഈ റീസൺസ് ആണ് മനുഷ്യനെ ലിബറേറ്റ് ചെയ്യുന്നത് ഫ്രം ദ ഒപ്രസീവ് പവർ എക്സൈസ്ഡ് ബൈ ദ റിലീജിയൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം പ്രൊവൈഡ് ദം ദ നോളജ് ഓഫ് ട്രൂത്ത്. നമ്മൾ കാരണങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ എന്താണ് റിയാലിറ്റി എന്ന് അറിയാൻ പറ്റുന്നതും ഈ അതേപോലെ അറിയാത്ത കാര്യങ്ങളിൽ നിന്ന്
അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകുമ്പോൾ നമുക്ക് അതല്ല റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം അഭിപ്രായത്തിൽ നിന്ന് ഒരു ഫ്രീഡം കിട്ടുന്നതും ഈ ഒരു റീസണിനെ തേടി പോകുമ്പോൾ. അപ്പോൾ ഈ എൻലൈറ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഏജ് ഓഫ് റീസൺ. അപ്പോൾ നമ്മൾ കാര്യങ്ങളെ എന്തൊരു അടിസ്ഥാനം, ഇപ്പോൾ യൂണിവേഴ്സിറ്റി എന്തായാലും അതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥത എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലം. അപ്പോൾ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഹാപ്പിനെസ് കൊണ്ടുവരുന്ന ഒരു കാലമാണിത്. ഇനി നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്ക് സയൻസ് ആൻഡ് നോളജ്. ഈ സയൻറ്റിഫിക് നോളജിൻ്റെ വളർച്ചയാണ് ഈ എൻലൈറ്റ്മെൻറ്റ് ഗ്രൗണ്ട്സിന് പ്രധാനമായിട്ടും ഒരു പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും കുറിച്ചൊരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിൽക്കാൻ കഴിയുന്നത് ഈ ഒരു സയൻറ്റിഫിക് നോളജിൻ്റെ വളർച്ച കാരണമാണ്. ഇവിടെ പറയുന്നത് മനുഷ്യൻ്റെ പ്രോഗ്രസ്സിനും ഒരു എൻഡില്ല, അതുപോലെ മനുഷ്യന് ഒരു ലിമിറ്റേഷൻസും ഇല്ല. കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അതുപോലെ അക്കംപ്ലിഷ് ചെയ്യാനും ഒന്നും ഒരു ലിമിറ്റേഷൻസും ഇല്ല. അത് മനുഷ്യന് നോ ലിമിറ്റ് ഇല്ലാത്ത ഒരു ഇതാണ്. അപ്പം ഈ ഒരു സയൻസ് ആൻഡ് നോളജ് വന്നതോടു കൂടെയാണ് ഈ ഒരു മെറ്റീരിയൽ ആൻഡ് സോഷ്യൽ ലൈഫിൽ പ്രോഗ്രസ് വന്നിട്ടുള്ളത്. The belief that human beings could achieve whatever they set out to do was closely linked to the Enlightenment idea of progress. Progress indicates ചെയ്യുന്നത് increasing ability of individuals to control their natural and social environment ആണ്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ആൻഡ് സോഷ്യൽ എൻവയൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി മനുഷ്യന് ഈ ഒരു സയൻറ്റിഫിക് നോളജിൽ നിന്ന്, സയൻസിലൂടെയും അതുപോലെ മനുഷ്യൻ്റെ നോളജിലൂടെയും ഒക്കെയാണ് മനുഷ്യൻ നേടിയെടുക്കുന്നത്. അക്കോർഡിംഗ് ടു ദി എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സ്, the visible improvement in human life was the result of active and effective applications of reason for controlling physical and social environment. സോഷ്യൽ ആൻഡ് ഫിസിക്കൽ എൻവയൺമെൻറ്റിനെ ഒരു റീസണിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആപ്ലിക്കേഷൻ്റെ കൺട്രോളിങ്ങിലൂടെയാണ് ഈ ഒരു വിസിബിൾ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സ് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 3 പോയിൻറ്റ്സുകളാണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സ് ലിങ്ക്ഡ് ദ നോളജ് വിത്ത് നാച്ചുറൽ സയൻസുമായിട്ട് അവരുടെ നോളജ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിൽ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ, ക്രിട്ടിക്കൽ എൻക്വയറി ഈ ഒരു ഫിസിക്കൽ സയൻസിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് ഈ എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത് ആ ഒരു ടൈമിലുണ്ടായിരുന്നുള്ള ലീഡിങ് സയൻറ്റിസ്റ്റിൻ്റെ വ്യൂവിൽ നിന്നാണ്. ദാറ്റ് ദ സീക്രട്ട് ഓഫ് യൂണിവേഴ്സ് കുഡ് ബി അപ്രഹെൻഡഡ് കംപ്ലീറ്റ്ലി ബൈ മാൻ. These theorists were convinced both of intelligibility of the universe and of the ability of individual to understand it completely. Diderot compare ചെയ്യുന്നത് method of experimentation to a giant who could in one blow destroy the grand system created by metaphysics and idle speculation. The latter were simply building without foundation, so they could easily be knocked down by the power of scientific reason. ഇനി മൂന്നാമത്തെ പോയിന്റ്, സയൻസ് മാൻ ആൻഡ് യൂണിവേഴ്സിൻ്റെ ഒരു ഡിഫറെൻറ്റ് പിക്ചേഴ്സാണ് സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നാച്ചറിനെ പ്രസൻറ്റ് ചെയ്യുന്നൊരു സെൽഫ് റെഗുലേറ്റിംഗ് സിസ്റ്റം ഓഫ് ലോ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. എൻലൈറ്റ്മെൻറ്റ് തിയറിസ്റ്റുകൾ എംബ്രേസ് ദിസ് വേൾഡ് വ്യൂ ആൻഡ് ലൈക്ക് ദെയർ കൗണ്ടർ പാർട്സ് ഇൻ ദ നാച്ചുറൽ സയൻസ് ദേ എയിംഡ് ടു ഡിസ്കവർ ലോസ് ദാറ്റ് ഗവേൺ സൊസൈറ്റി ആൻഡ് ഹ്യൂമൻ നേച്ചർ. എൻലൈറ്റ്മെൻറ്റ് കൺസെപ്ഷൻ ഓഫ് സയൻസിൻ്റെ പ്രധാനപ്പെട്ട സെൻട്രൽ തീം എന്താണ്? സ്റ്റഡി ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ എന്നാണ്. പ്രധാനപ്പെട്ട പറയുന്നത് ഫ്രാൻസിസ്കോ അൽഗോട്ടിയുടെ അഭിപ്രായത്തിൽ തിങ്സ് ആർ കൺസീൽഡ് ഫ്രം അസ് ആസ് ദോ ബൈ എ ഹെവി ഫോഗ്, എസ്പെഷ്യലി ദോസ് തിങ്സ് ദാറ്റ് ആർ മോസ്റ്റ് ഓഫൺ ബിഫോർ അവർ ഐസ്. നാച്ചർ ഹാസ് ഹിഡൻ ഫ്രം അസ് പ്രൈമറി ആൻഡ് എലമെൻ്ററി എഫക്റ്റ് ഓൾമോസ്റ്റ് ആസ് ത്രോലി. അങ്ങനെ അദ്ദേഹം പറയുന്നത് നമ്മുടെ കണ്ണിന് മുന്നിൽ ഉള്ള കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ. അരിസ്റ്റോട്ടലിയൻ വേൾഡ് വ്യൂവിൽ നിന്നും ഈ ഒരു സയൻറ്റിഫിക് എൻക്വയറിയുടെ കോൺസെപ്ഷനിൽ നിന്ന് ഒരുപാട് ഡീപാർച്ചർ ചെയ്തിട്ടുണ്ട്. അതായത് അതിന് പകരം ഇവിടെ ഒബ്സർവേഷൻ ആസ് എ ടൂൾ ഫോർ കാറ്റഗറൈസിങ്, അതുപോലെ ക്ലാസിഫൈങ് തിങ്സ്,
തിങ്സിനെ ക്ലാസിഫൈ ചെയ്യാനും കാറ്റഗറൈസ് ചെയ്യാനും ഇവിടെ ഒബ്സർവേഷൻ ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് നൗ urges the discovery of cause in an attempt to explain why certain things happen and also predict the occurrence of such events in future. അപ്പോൾ ഇതിന് മുന്നേ വരെ ഉണ്ടായിട്ടുള്ള ഈ അരിസ്റ്റോട്ടലിയൻ വേൾഡ് വ്യൂവിലൊക്കെ ഉണ്ടായിട്ടുള്ളത് വേറൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ വരുന്നത് എന്താ വെച്ചാൽ ഒബ്സർവേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ഭാവിയിൽ ഇനി എന്ത് കാര്യങ്ങൾ വരും എന്നുള്ള ഈ ഒരു എക്സ്പ്ലനേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഡിസ്കവറി ഓഫ് കോസസ് ഇൻ അതർ വേർഡ്സ് വാസ് എ മീൻ ഓഫ് ഇൻക്രീസിങ് മാൻസ് കൺട്രോൾ ഓവർ ഹിസ് എൻവയൺമെൻറ്റ് ബോത്ത് നാച്ചുറൽ ആൻഡ് സോഷ്യൽ. അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവർ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് സയൻസ് വേഴ്സസ് റിലീജിയൻ ആണ്. ഇവിടെ എൻലൈറ്റൻമെൻറ്റ് സയൻസാണ് എൻക്വയറിനേക്കാളും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ്. ഇറ്റ് വാസ് സിനോണിമസ് വിത്ത് എ റേഷണലിസ്റ്റ് ഓറിയൻറ്റേഷൻ. ഇവിടെ എൻലൈറ്റ്മെൻറ്റ് തിയറിസ്റ്റുകൾ ക്രിസ്ത്യാനിറ്റിയെയും ക്രിസ്ത്യാനിറ്റി എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെയും അതുപോലെ എക്സിസ്റ്റിംഗ് റിലീജിയൻസ് അതുപോലെ റിലീജിയസ് സെക്ട്സിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് ഈ ഒരു പുതിയൊരു ന്യൂ വേൾഡിൽ ഫ്രീ ആവുന്നത്. Almost of from the Voltaire to Holbach wrote about the harmful effects of religion over individual and social life. എത്രത്തോളം ഡേഞ്ചറസ് ആണ് ഈ ഒരു റിലീജിയൻ എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ലൈഫിൽ എത്രത്തോളം ഹാംഫുൾ എഫക്ട്സുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മനുഷ്യൻ്റെ ഫ്രീഡം തന്നെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റിലീജിയൻ. വോൾട്ടയർ പോയിന്റ് ചെയ്യുന്നത് വയലൻസ് എൻഡേഞ്ചർ ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ. ഈ ഒരു റിലീജിയൻ്റെ പേരിൽ ഒരുപാട് വയലൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരുപാട് വയലൻസ് അതുപോലുള്ള മറ്റു അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങളൊക്കെ ഈ ഒരു റിലീജിയൻ എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ എൻജൻഡേർഡ് ചെയ്തു വന്നിട്ടുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് ഈ ഒരു കാത്തോലിക് ചേർച്ചിൻ്റെയൊക്കെ ഒരു റോമൻ ഗ്രീക്കിൽ ഉണ്ടായിരുന്നുള്ള മിഡീവൽ ഏജിലുണ്ടായിരുന്നുള്ള ഈ ഒരു റിലീജിയസ് സോഴ്സ് അല്ലെങ്കിൽ റോമൻ കാത്തോലിക് ചേർച്ച് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട റോൾസുകളാണ് പറയുന്നത്. ഈ ഒരു റീസൺ അതുപോലെ റിയാലിറ്റിയെ ഒരുപാട് കാര്യങ്ങൾ ലിമിറ്റേഷൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഹ്യൂമൻ ആക്ഷൻസും അതുപോലെ റീസൺസിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഈ റിലീജിയസ് അതോറിറ്റീസ് പറയുകയും മനുഷ്യനെ അവിടെ കൺട്രോൾ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ റിയാലിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു റിവീൽഡ് ട്രൂത്തിൽ നിന്നും മനുഷ്യന് ഈ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഈ തിയറീസ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് വേർ പെർട്ടിക്കുലർലി ക്രിട്ടിക്കൽ ഓഫ് ദ വേൾഡ് വ്യൂ. They attempted to propound the doctrine that could not be questioned by men, that gave men a fixed view of the world and their role in it was in their view. And in enlightenment thinkers ഈ ഒരു ചേർച്ച് പ്രൊമോട്ട് ചെയ്യുന്ന സൂപ്പർസ്റ്റിഷ്യസ് ആൻഡ് ഇഗ്നോറൻസിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ എക്സിസ്റ്റിംഗ് റിലീജിയനെയൊക്കെ പെർപെട്രേറ്റ് ചെയ്തിട്ട് ഒരു പുതിയൊരു ആശയം ഈ എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സ് കൊണ്ടുവരാണ്. അതായത് നാച്ചുറൽ റിലീജിയൻ എന്നുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ്, അതിനെ ഡെയിസം എന്ന് പറയും. ദാറ്റ് ഡിഡ് എവേ വിത്ത് റിച്വൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ് ആൻഡ് ആങ്കോർഡ് ഇറ്റ് സെൽഫ് ഇൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ടോളറൻസ് ആൻഡ് ഈക്വാലിറ്റി ഓഫ് ഓൾ പേഴ്സൺ എന്നുള്ള ഒരു തത്വത്തിലാണ് ഈ ഒരു ഡെയിസം എന്നുള്ള ഇത് കൊണ്ടുവരുന്നത്. ഇവിടെ ഡെയിസം എക്സ്പ്രസ് ദ ബിലീഫ് and vision of the philosophers, and through it they articulated their belief that there is a supreme being, that all creatures in the world were his creations and they deserve to be treated with kindness and without cruelty. ഇവിടെ എല്ലാ ഹ്യൂമൻ ബീയിങ്സും അവരവരുടെ ക്രിയേഷൻസ് ആണ്. അവിടെ എല്ലാവരും ഈക്വൽ ആവണം എന്നുള്ള ഒരു ആശയമൊക്കെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ പറയുന്നത് ഹ്യൂമാനിറ്റിയുടെ റിലീജിയൻ എന്ന് പറയുന്നത് നാച്ചുറൽ റിലീജിയൻ ആണ്.
tolerance was the central to the new religion, and the philosopher denounced all those creeds of Christianity that claim the right to destroy all those that different from them. ഇവരുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്താ വെച്ചാൽ ടു ഡിസ്ട്രോയ് ഓൾ ട്രേസസ് ഓഫ് റിലീജിയസ് ഫാനറ്റിസം ദാറ്റ് വേർ വിസിബിൾ ഇൻ ദെയർ വേൾഡ്. അപ്പോൾ എല്ലാ റിലീജിയസ്, അതായത് ഈ ഒരു ടോളറൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കിയിട്ട് ഒരു നാച്ചുറൽ റിലീജിയൻ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഓഫ് മാൻ ആൻഡ് സൊസൈറ്റി. ഇവിടെ എൻലൈറ്റ്മെൻറ്റ് ഡിമോളിഷ് ദ ഹെവൻലി സിറ്റി ഓഫ് സെയിൻറ്റ് അഗസ്റ്റിൻ, but they never lost faith in the ability of human beings to construct a new society in which peace, liberty and abundance would prevail. ഇവിടെ ഈ എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ റൈറ്റേഴ്സിൻ്റെ ഒക്കെ ഇതിലൂടെ ഇവർ ഈ ഒരു ചേർച്ച് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അങ്ങനെയുള്ള എന്താണ് ഹാർമസ് ആയിട്ടുള്ള റിലീജിയൻ ഐഡിയാസിനെയൊക്കെ ഇവർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ പറയുന്നത് അതായത് ഹ്യൂമാനിറ്റിക്ക്, അതായത് സൊസൈറ്റി അവർ തൊഴിലെടുത്തതിനുള്ള പ്രതിഫലം എൻജോയ്നെസ് അവർക്ക് തന്നെ നേടാൻ കഴിയണം എന്നുള്ള ഒരു ആശയമൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ ഒരു ഫിലോസഫ്സ് സയൻറ്റിഫിക് നോളജിനൊരു പവറായിട്ട് കാണുന്നത്. ആൻഡ് കോൺസിക്വൻറ്റ്ലി ദോസ് ഹു ട്രൈഡ് ടു ചലഞ്ച് ഇറ്റ് വേർ ഐഡൻറ്റിഫൈഡ് ആസ് മാൻ ഹു വിഷ് ടു കീപ് എവരി വൺ ഇൻ ഇഗ്നോറൻസ്. ദേ വർ സീൻ ആസ് എനിമീസ് ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നൊക്കെ ആയിട്ടാണ് ആ ഒരു സൊസൈറ്റിയിൽ വരുന്നത്. ഒരു എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സുകൾ ആൻറ്റി ക്ലറിക്കലിസം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ലിബർട്ടി, ഫ്രീഡം ഒക്കെ ചെറിഷ് ചെയ്യുന്നത് ഈ ഒരു എൻലൈറ്റ്മെൻറ്റ് തിയറിസ്റ്റുകളാണ്. ഈ ഒരു ഡെസ്പോട്ടിക് റൂളേഴ്സിൻ്റെ കയ്യിൽ നിന്നും ലിബർട്ടി ആവുന്നത്, ഹ്യൂമൻ കൈൻഡിനൊരു സ്വാതന്ത്ര്യവും ലിബർട്ടിയും കൊണ്ടുവരുന്നത് ഈ ഒരു എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സ് അല്ലെങ്കിൽ തിയറിസ്റ്റുകളുടെ വർക്ക് മൂലമാണ്. അപ്പം ഈ ഒരു അതുവരേക്ക് ഉണ്ടായെന്നുള്ളത് ഒരു ഒന്നുകിൽ ഒരു ഫ്യൂഡൽ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഡെസ്പോട്ടിക് റൂളിൽ നിന്നും അതിന് കീഴിൽ ഒരുപാട് പേർ വർക്ക് ചെയ്യുക, ലേബേഴ്സിന് അവരുടെ വർക്ക് ചെയ്തതിനുള്ള പ്രതിഫലം വെയ്റ്റ്സുകൾ കിട്ടാതിരിക്കുക, അങ്ങനെ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ ഈ ഒരു എൻലൈറ്റ്മെൻറ്റ് തിയറീസുകൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഫ്രീഡം ആൻഡ് ലിബർട്ടി തോട്ട്സുകൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി മോണ്ടെസ്ക്യൂ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ ലിബർട്ടിനെ കുറിച്ച് അദ്ദേഹം കുറച്ച് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഹി മെയിൻറ്റെയിൻ ദാറ്റ് ലിബർട്ടി എൻറ്റെയിൽസ് ടു എലമെൻറ്റ്. ഒന്ന് മോഡറേറ്റ് ഗവൺമെൻറ് ആൻഡ് രണ്ടാമത് നോട്ട് ബീങ് കമ്പൽ ടു ഡു എനിത്തിങ് അതർ ദാൻ വാട്ട് വൺ ഷുഡ് ഡു. ഒരു ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത് എന്താ വെച്ചാൽ അവരുടെ സ്വന്തം പേഴ്സണൽ ആയിട്ടുള്ള പവറിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഗവൺമെൻറ് എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ മിസ്യൂസ് ചെയ്യുന്നുള്ളത്. അവർ ഓൺലി ഫോർ ദെയർ പവർ ആൻഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് അവരുടെ റിച്ച്നെസ്സിന് വേണ്ടിയിട്ടായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. അപ്പോൾ ഈ ഒരു റൂളിംഗ് സിസ്റ്റത്തിൽ നിന്നും ഒക്കെ മാറണം, ഒരു ഡെസ്പോട്ടിക് റൂളിൽ നിന്നും ഒരു ലിബർട്ടി കൊണ്ടുവരണം എന്നുള്ളൊരു ആശയമൊക്കെയാണ് മോണ്ടെസ്ക്യൂ ഉന്നയിച്ചിട്ടുള്ളത്. ഒരു ഗവൺമെൻറ്റിന് 3 ആസ്പെക്ട്സ് ഓഫ് ഗവൺമെൻറ് ഉണ്ടാകും. പ്രധാനമായിട്ട് ഫോർമുലേഷൻ ഓഫ് ലോ, എക്സിക്യൂഷൻ ഓഫ് ലോസ്, അതുപോലെ ആർബിട്രേഷൻ ഓഫ് അല്ലെങ്കിൽ ഓർ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലോ ആർ സെപ്പറേറ്റഡ് ആൻഡ് each wing check the powers of the other is only one dimension of system committed to protecting the liberty of each citizen. ഇവിടെയാണ് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് വരുന്നത്, regarded to be important for giving power to the individual. Most enlightenment theorists recognize that the power to the people may not translate into the freedom of the people. The latter entitled doing what one should want to and in not being compelled to do what one should not want to. അതായത് ഒരു ഭരണാധികാരി പറയുന്ന കാര്യമല്ല അവിടെ നടപ്പിലാക്കേണ്ടത്, മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നിന്ന്. അതായത് ഒരു ജനാധിപത്യ ഭരണം, അവിടെയാണ് ഒരു എന്താ പറയുക ഒരു ലിബർട്ടിയും ഒരു ഹാപ്പിനെസ്സും കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദ ഐഡിയ ഓഫ് എൻലൈറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും അതായത് സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷനുള്ള ഫെയ്ത്ത്, അതുപോലെ ഓപ്റ്റിമിസം,
that the new era of scientific and technological advancement and the industrialization would lead to the world filled with happiness for all, and its attempt to create a social order based on the principles of human reasons, tolerance and equality affect the profound social and intellectual revolution. അതുപോലെ ഈ ഒരു എൻലൈറ്റ്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് മോഡേണൈസേഷൻ തിയറിയിലും അതുപോലെ സൊസൈറ്റി മിഡ് 20th സെഞ്ച്വറിയിലുള്ള സൊസൈറ്റീസിൻ്റെ പഠനത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ 19th സെഞ്ച്വറിയിൽ ഇന്ത്യയിലുള്ള സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിനൊക്കെ നമുക്കതിനൊരു തെളിവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡെസ്പോട്ടിക് റൂളിൽ നിന്നും കൊണ്ടുവരുന്ന ലിബർട്ടി, അതുപോലെ റിലീജിയസ് ഔട്ട്ലുക്കിൽ നിന്നും ഒരു ഹ്യൂമൻ കൈൻഡിനൊരു ഫ്രീഡം കൊണ്ടുവരുന്നു, അതുപോലെ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്: വാട്ട് വാസ് ദ എസെൻസ് ഓഫ് ദി ഐഡിയ ഓഫ് പ്രോഗ്രസ് ആസ് എക്സ്പോസ്ഡ് ബൈ ദ എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സ് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഐഡിയ ഓഫ് പ്രോഗ്രസ് എന്നുള്ള ഇതെന്താണ്? പിന്നെ ഹൗ ഡിഡ് എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് റിലീജിയൻ? സയൻസും അതുപോലെ റിലീജിയനും തമ്മിൽ എന്താണ് ബന്ധം? അത് തമ്മിലുള്ള ഒരു ബന്ധം എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സ് എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? എന്നീ രണ്ടൊരു ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ വരുന്ന ക്വസ്റ്റ്യൻസ്. താങ്ക് യു.